വൈത്തിരി വയനാടിന്റെ കവാടമാണ് വൈത്തിരി. സുഗന്ധവ്യഞ്ജന തോട്ടങ്ങൾക്ക് പേരുകേട്ട സ്ഥലം. അനേകം ഗോത്രവർഗ കഥകൾ ഉറങ്ങുന്ന ഒരു മണ്ണ്. നീലഗിരി മലനിരകളിലായി ഇടതൂർന്ന മഴക്കാടുകൾക്കിടയിലായുള്ള വൈത്തിരി ഒരു ജൈവ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. കേരളത്തിലെ തന്നെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ വൈത്തിരിക്ക് ചുറ്റുമായി പൂക്കോട്ട് തടാകം, ലക്കിടി പോലെ ധാരാളം കാഴ്ചകളുണ്ട്. എന്നാൽ കൂടുതൽ അറിയപ്പെടാത്ത പ്രകൃതി രമണീയമായ ഇടങ്ങളും ഇവിടെയുണ്ട്. അങ്ങനെയുള്ള ഒരിടം അന്വേഷിച്ചിറങ്ങിയ ഞാൻ എത്തിയത് പൂഞ്ചോലയിലാണ്. അപ്പോൾ വൈത്തിരിയിലെ മനോഹരമായ കാഴ്ചകളും തൊട്ടടുത്തുള്ള പൂഞ്ചോലയുടെ വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ. രാവിലെ നേരം പുലർന്നു വരുന്നതേയുള്ളൂ. അപ്പോഴേക്കും ക്യാമറയും എടുത്ത് വൈത്തിരി കാഴ്ചകൾ ഒപ്പിയെടുക്കുന്നതിനായി ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ. ഇന്നലെ താമരശ്ശേരി ചുരം താണ്ടി വൈത്തിരി എത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു. വൈത്തിരിയിലുള്ള മൂൺലൈറ്റ് ഹോം സ്റ്റേയിലായിരുന്നു ഇന്നലത്തെ താമസം. മുമ്പ് ഒരിക്കൽ ചുരം കയറി വന്നപ്പോൾ വൈത്തിരി അടുത്തുള്ള കുറെ തേയിലത്തോട്ടങ്ങൾ കണ്ടിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ ചമ്പ്ര പീക്ക് വ്യക്തമായി കാണാം. ആ തോട്ടങ്ങൾ അന്വേഷിച്ചാണ് രാവിലെ തന്നെ ഇറങ്ങിയത്. അവിടേക്കുള്ള വഴി കൃത്യമായിട്ട് അറിയില്ല. ഗൂഗിൾ മാപ്പ് നോക്കി തൊട്ടടുത്തുള്ള കുന്നിൻ മുകളിലേക്ക് പോകുന്ന വഴികൾ തപ്പി ഇറങ്ങിയപ്പോഴാണ് ആ തോട്ടങ്ങൾ കണ്ടത്. അങ്ങനെ വീണ്ടും ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് മലമുകളിലേക്ക് വളഞ്ഞു പോകുന്ന വഴികൾ നോക്കി. വൈത്തിരിയിൽ നിന്ന് വാങ്കോട്ട എസ്റ്റേറ്റിനകത്തുള്ള ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിലേക്കുള്ള ഒരു വഴി കാണാം. വളഞ്ഞു പോകുന്ന ഈ വഴികൾ കണ്ടാൽ മനസ്സിലാകും ഇത് എത്തിച്ചേരുന്നത് ഏതോ ഒരു മലമുകളിലാണെന്ന്. അതുപോലെയുള്ള വഴികളൊന്നും തൊട്ടടുത്തും കാണാനില്ല. മുകളിലെത്തിയാൽ ചിലപ്പോൾ ചമ്പ്ര പീക്കിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം. അങ്ങനെ ഗൂഗിൾ മാപ്പിൽ ഈ ക്ഷേത്രം ഡെസ്റ്റിനേഷനായി സെറ്റ് ചെയ്ത് അതിരാവിലെ തന്നെ റൂമിൽ നിന്നിറങ്ങി ഞാൻ. ഗൂഗിൾ മാപ്പിൽ നോക്കി മുകളിലേക്കുള്ള വഴിയിലൂടെ കുറച്ചു ദൂരം മുന്നോട്ട് വന്നപ്പോൾ തന്നെ മനോഹരമായ തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. ചെറിയ തോട്ടങ്ങളാണ് ഇവിടെയെല്ലാം, എങ്കിലും മനോഹരമായി നിരയൊത്ത് വെട്ടി നിർത്തിയ ഈ തോട്ടങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. സൂര്യൻ ഉദിച്ചിട്ടുണ്ടെങ്കിലും ചമ്പ്ര പീക്കിൻ്റെ മറവിലായതിനാൽ വെളിച്ചം പടർന്നു വരുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ കോടമഞ്ഞ് ഇപ്പോഴും പാറിക്കളിക്കുന്നുണ്ട് ഈ മലഞ്ചെരുവിൽ. തേയില നാമ്പുകളിലെല്ലാം ജലകണങ്ങൾ നിറഞ്ഞിരിക്കുന്നു. വഴിയിലൊന്നും ആരെയും കാണുന്നില്ല. ഇടയ്ക്ക് തോട്ടങ്ങളിലേക്ക് പണിക്ക് പോകുന്നവരെ അങ്ങിങ്ങായി കാണാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ എത്രയോ ദൂരത്തായി ധാരാളം കുന്നുകളും മലകളുമാണ് കാഴ്ചകൾ. അതിൻ്റെ എല്ലാം ചെരുവിലൂടെ കോടമഞ്ഞ് ഇപ്പോഴും നീങ്ങുന്നുണ്ട്. വെളിച്ചം പടരാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴും ഒരു ചെറിയ തണുപ്പുമുണ്ട് ഈ ഭാഗത്ത്. വയനാട് ജില്ലയിലെ 3 താലൂക്കുകളിൽ ഒന്നാണ് വൈത്തിരി. മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നിവയാണ് മറ്റു 2 താലൂക്കുകൾ. 18 വില്ലേജുകളാണ് ഇന്ന് വൈത്തിരി താലൂക്കിലുള്ളത്. വൈത്തിരി ടൗണിൽ തന്നെയാണ് ഈ താലൂക്കിൻ്റെ ആസ്ഥാനവും. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 700 മീറ്റർ ഉയരത്തിലാണ് വൈത്തിരി സ്ഥിതി ചെയ്യുന്നത്. വയനാട് ജില്ലയിലെ മറ്റു സ്ഥലങ്ങൾ അപേക്ഷിച്ച് ഇവിടെ തണുപ്പ് കൂടുതലാണ്. ഈ സുഖപ്രദമായ കാലാവസ്ഥ അനുഭവിക്കുന്നതിനായി ധാരാളം സഞ്ചാരികൾ എത്തുന്നതിനാൽ വൈത്തിരിക്ക് ചുറ്റുമായി ചെറുതും വലുതുമായ ധാരാളം റിസോർട്ടുകളുണ്ട്. മുകളിലേക്ക് നോക്കുമ്പോൾ ചമ്പ്ര പീക്കിൻ്റെ ചില ഭാഗങ്ങൾ കാണാം. സൂര്യൻ ഉദിച്ചു പൊങ്ങിയെങ്കിലും കോട നീങ്ങിയിട്ടില്ല ഈ താഴ്വാരത്തിൽ നിന്ന്. ഈ വയനാട് മലനിരകളിലെ ഏറ്റവും ഉയർന്ന പീക്കാണ് ചമ്പ്ര പീക്ക്. സമുദ്രനിരപ്പിൽ നിന്ന് 2100 മീറ്റർ ഉയരത്തിലാണ് ഈ പീക്ക് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തന്നെ ഒരു പ്രധാന ട്രെക്കിംഗ് സ്പോട്ട് കൂടിയാണ് ചമ്പ്ര പീക്ക്. ഈ പീക്കിൻ്റെ മുകളിൽ നിന്ന് വയനാട് ജില്ലയുടെ 360 ഡിഗ്രിയിലുള്ള കാഴ്ചകൾ കാണാം. അതുപോലെ തൊട്ടടുത്തുള്ള കോഴിക്കോട്, മലപ്പുറം, നീലഗിരി ജില്ലകളിലെ ഭാഗങ്ങളും ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാം. മേപ്പാടി ഫോറസ്റ്റ് ഓഫീസിൽ നിന്നുള്ള അനുമതിയോടെ മാത്രമേ ഈ ട്രെക്കിംഗ് ചെയ്യാൻ കഴിയൂ. ധാരാളം വന്യമൃഗങ്ങളുള്ള വഴികളിലൂടെയാണ് ഈ ട്രെക്കിംഗ്. സുരക്ഷാ കാരണങ്ങളാൽ ഇപ്പോൾ വർഷത്തിൽ ചില സമയങ്ങളിൽ മാത്രമേ ഈ ട്രെക്കിംഗ് അനുവദിക്കുന്നുള്ളൂ. മുകളിലെ കോടമഞ്ഞ് നീങ്ങി ചമ്പ്ര പീക്ക് വ്യക്തമായി കാണാൻ കാത്തിരിക്കുകയാണ് ഞാൻ. തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ധാരാളം ചെറിയ മൺപാതകൾ കാണാം. കുറച്ച് ഭാഗത്ത് മാത്രമേ ഇവിടെ ടാർ ചെയ്തിട്ടുള്ളൂ. ചിലയിടത്തെല്ലാം കല്ലടിച്ച് പാകിയിട്ടുണ്ട്. ഇളകി കളിക്കുന്ന കല്ലുകൾക്ക് മുകളിലൂടെ കുറച്ച് പ്രയാസത്തോടെയാണ് മല കയറുന്നത്.
എങ്കിലും വഴിയിൽ നിന്നുള്ള കാഴ്ചകൾ മനോഹരമാണ്. കോടമഞ്ഞിൻ്റെ മേലാപ്പിലായി പച്ച വിരിച്ച തേയിലത്തോട്ടങ്ങൾ. കാടും തോട്ടങ്ങളും ഇടതിങ്ങി നിൽക്കുന്ന ഒരിടം കൂടിയാണ് ഞാൻ നിൽക്കുന്ന ഈ ഭാഗങ്ങൾ. ഫോറസ്റ്റ് വഴികളിലൂടെ നടന്നു വേണം ചില തോട്ടങ്ങളിലെത്താൻ. മുകളിലേക്ക് പോകുന്ന വഴിയരികിലെല്ലാം ചിലയിടത്ത് ഫോറസ്റ്റിന്റെ അതിർത്തി നിശ്ചയിക്കുന്ന കല്ലുകൾ കാണാം. തേയിലത്തോട്ടങ്ങൾ കഴിഞ്ഞതോടെ പിന്നെ മുകളിലേക്ക് കാപ്പിത്തോട്ടങ്ങളാണ്. തോട്ടങ്ങൾക്ക് തണൽ നൽകുന്ന വൻമരങ്ങൾ എല്ലായിടത്തും കാണാം. അതിനിടയിലൂടെ കോടമഞ്ഞ് ഇറങ്ങുന്നതും കണ്ട് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇവിടെ നിന്ന് നോക്കിയാൽ മുകൾ വരെ കാപ്പിത്തോട്ടങ്ങൾ കാണാം. അതുപോലെ തന്നെ മുകളിൽ ഇവിടത്തേക്കാൾ കൂടുതൽ കോടമഞ്ഞുമുണ്ട്. പ്രകൃതിയുടെ കുളിരാസ്വദിച്ചുള്ള ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേക സുഖം തന്നെയാണ്. കാപ്പിച്ചെടികളിലെല്ലാം കാപ്പിക്കുരു പഴുത്തു നിൽക്കുന്നുണ്ട്. ചിലതിലെല്ലാം പൂവും കാണാം. വെള്ളപ്പൂക്കളാണ് കാപ്പിച്ചെടികളിൽ കാണുന്നത്. സുഗന്ധപൂരിതമായ ഒരു അന്തരീക്ഷമായിരിക്കും കാപ്പി പൂക്കുമ്പോൾ. കാപ്പിയുടെ വിളവെടുപ്പ് കാലം ഈ ഹൈറേഞ്ചിൽ ഒരു ഉത്സവഭരിതമാണ്. പുലർക്കാലത്തെ മഞ്ഞിലാണ് വിളവെടുപ്പ്. കൈകൾ കൊണ്ട് തന്നെയാണ് കാപ്പിക്കുരു പറിക്കുന്നത്. താഴേക്ക് കൊഴിഞ്ഞു വീഴുന്ന കാപ്പിക്കുരു ശേഖരിക്കുന്നതിനായി നിലത്ത് പായകളും വിരിച്ചിട്ടുണ്ട്. ചിലർ ചെറിയ കൊട്ടകൾ കഴുത്തിൽ തൂക്കിയാണ് കാപ്പി പറിക്കുന്നത്. ഏതാണ്ട് 3 വർഷം മുതൽ 4 വർഷം പ്രായം എത്തുന്നതോടെ കാപ്പിച്ചെടികളിൽ നിന്ന് വിളവെടുക്കാം. വർഷത്തിൽ 2 പ്രാവശ്യമാണ് വിളവെടുക്കുന്നത്. നവംബർ അവസാനം മുതൽ ജനുവരി അവസാനം വരെയാണ് കാപ്പിയുടെ പ്രധാന വിളവെടുപ്പ് കാലം. നന്നായി വിളവുള്ള ഒരു ചെടിയിൽ നിന്ന് 30 കിലോഗ്രാം വരെ പച്ചക്കുരു ലഭിക്കും. എന്നാൽ അത് ഉണങ്ങുമ്പോഴേക്കും 12 മുതൽ 13 കിലോഗ്രാമായി തൂക്കം കുറയും. 50 വർഷം വരെയാണ് ശരാശരി ഒരു കാപ്പിച്ചെടിയുടെ ആയുസ്. ഇന്ന് നമ്മൾ കുടിക്കുന്ന കാപ്പികളിൽ ഈ കാപ്പിക്കുരു പൊടിച്ചത് മാത്രമല്ല ചേരുവകൾ. ചിക്കറി ചേർത്ത കാപ്പികളാണ് ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഭൂരിഭാഗം കാപ്പിപ്പൊടികളും. 25 മുതൽ 40% വരെ ഇവയിൽ ചിക്കറി ചേർക്കുന്നുണ്ട്. കാപ്പി എന്ന് പറഞ്ഞാൽ ചിക്കറി ചേരേണ്ടത് തന്നെയാണ് എന്നാണ് ചിലരുടെ വിശ്വാസം. ലാഭം കൊയ്യുന്നതിനായി കാപ്പി കമ്പനികൾ ഉണ്ടാക്കിയതാണ് ഈ ചിന്തകൾ. ഇതൊന്നും അറിയാതെ എത്രയോ കാപ്പികളാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസം കുടിക്കുന്നത്. കാപ്പിത്തോട്ടങ്ങളിലൂടെ മുകളിലേക്ക് കയറിയ ഞാൻ എത്തിയത് ഈ അമ്മച്ചിയുടെ മുന്നിലാണ്. തൊട്ടടുത്തുള്ള ഒരു തേയിലത്തോട്ടത്തിലേക്ക് പണിക്ക് പോവുകയാണ് ഈ അമ്മച്ചി. അമ്മച്ചിയോട് കുറച്ചു നേരം സംസാരിച്ചിരുന്നു. ഇനി അങ്ങോട്ടുള്ള വഴി ഫോറസ്റ്റിലൂടെയാണ്. വഴിയിൽ ആന ഇറങ്ങാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകേണ്ട എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തൊട്ടടുത്ത് ഒരു ബംഗ്ലാവ് ഉണ്ടെന്നും അറിയാൻ കഴിഞ്ഞു. ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഈ ബംഗ്ലാവ്. പക്ഷെ ഇപ്പോൾ അവിടെ പണി നടക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ട് ചെന്നാലും അകത്തേക്ക് കയറ്റിവിടില്ല. ഇനി ഈ വഴിയിലൂടെ മുകളിലേക്ക് പോകുന്നത് പന്തിയല്ല. അവിടെ നിന്ന് ഈ മലയുടെ മുകളിലെത്താതെ വന്ന വഴിയിലൂടെ തന്നെ താഴോട്ട് തിരിച്ചിറങ്ങി ഞാൻ. എസ്റ്റേറ്റിൽ നിന്നിറങ്ങി താഴെ എത്തി ഇനി എവിടേക്ക് പോകണമെന്ന് ആലോചിക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ കാണുന്നത്. ഷാഫി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. വൈത്തിരിക്കാരനാണ് ഷാഫി. തൊട്ടടുത്ത് കാണാൻ പറ്റിയ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പൂഞ്ചോലയെക്കുറിച്ചും വഴിയിലെ ചെക്ക് ഡാമിനെയും വെള്ളച്ചാട്ടത്തിനെയും കുറിച്ച് അറിഞ്ഞത് ഇദ്ദേഹത്തിൽ നിന്നാണ്. കാട്ടിലൂടെയാണ് അങ്ങോട്ടുള്ള വഴി. കല്ലടിച്ച മൺപാതയിലൂടെ വേണം അവിടെ എത്താൻ. കാട് കഴിഞ്ഞതോടെ പിന്നീട് അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വഴിയിലൂടെ കുറച്ചു പോയതോടെ ചെക്ക് ഡാമിൻ്റെ അടുത്തെത്തി. മനോഹരമായ ഒരു കാട്ടുചോലയാണിത്. പാറക്കെട്ടുകൾക്കിടയിലൂടെയാണ് വെള്ളം ഇവിടെ വന്ന് ചാടുന്നത്. ഇപ്പോൾ മഴ കുറവാണെങ്കിലും ഡാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഡാമിലെ ഇളകിക്കളിക്കുന്ന ഈ വെള്ളത്തിൽ തൊട്ടടുത്ത മരങ്ങളുടെ പ്രതിബിംബം കാണാനൊരു പ്രത്യേക ഭംഗി. ഡാമിന് തൊട്ടടുത്തായി ഒരു ചെറിയ വെള്ളച്ചാട്ടവുമുണ്ട്. പാറയിൽ നിന്ന് വെള്ളം ചാടി ഇവിടെ ഒരു കുളം പോലെ രൂപം കൊണ്ടിട്ടുണ്ട്. നല്ല തെള്ളി വെള്ളമാണിത്. വെള്ളത്തിൻ്റെ അടിത്തട്ട് ശരിക്ക് കാണാം. ഈ വെള്ളം ഇന്ന് ഈ മലയുടെ താഴെയുള്ള ഗ്രാമങ്ങളിലെ കുടിവെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വെള്ളത്തിൽ ഇറങ്ങുന്നതും കുളിക്കുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നവർ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. നാം ഒരു സ്ഥലത്തേക്ക് ചെന്ന് അവിടുത്തെ കാഴ്ചകൾ കാണുന്നതും ആസ്വദിക്കുന്നതും ആ നാട്ടുകാർക്കും ഭൂപ്രകൃതിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാവരുത്.
ഡാമിനടുത്ത് നിന്ന് ഷാഫിക്കയുടെ കൂടെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷാഫിക്ക മുകളിൽ ഒരു ഹോം സ്റ്റേ നടത്തുന്നുണ്ട്. അവിടെ വരെ പോയി തിരിച്ചു വരാം. വഴിയിലെല്ലാം വലിയ വലിയ മരങ്ങൾ കാണാം. മുകളിലേക്ക് പോകും തോറും കോട കൂടി വരുന്നുണ്ട്. ചെറിയ തണുപ്പുമുണ്ട്. കാട്ടുചോലയുടെ അരികിലൂടെയാണ് മുകളിലേക്കുള്ള വഴി. പലയിടത്തും നിർത്തി ചോലയിലെ വെള്ളച്ചാട്ടങ്ങളും കണ്ടാണ് മുകളിലേക്ക് പോകുന്നത്. മുകളിലേക്ക് കുറച്ചു ദൂരം കൂടി പോയപ്പോൾ ഷാഫിക്കയുടെ ഹോം സ്റ്റേ എത്തി. ചുറ്റും വലിയ മരങ്ങളാണ് ഇവിടെ. കാടിന് നടുവിലൊരു വീട്. ഏത് സമയത്തും കോടമഞ്ഞ് ഇറങ്ങുന്ന ഒരിടം. അടിപൊളി സ്പോട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ ഹോം സ്റ്റേ നിൽക്കുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് മൃഗങ്ങളെയും കാണാം. കാടിന് അതിരിട്ട് കിടക്കുന്ന സ്ഥലമായതിനാൽ മൃഗങ്ങളെല്ലാം സ്ഥിരമായി ഇങ്ങോട്ട് ഇറങ്ങാറുണ്ട്. ഹോം സ്റ്റേക്ക് ചുറ്റും കാഴ്ചകൾ കണ്ട് നടക്കുമ്പോഴാണ് ഈ കരിങ്കുരങ്ങന്മാരെ കാണുന്നത്. നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ. മനോഹരമായ കാഴ്ചകൾ, നല്ല അന്തരീക്ഷം. ഈ മരങ്ങളും കോടമഞ്ഞും കണ്ടിട്ട് തിരിച്ചിറങ്ങാൻ തോന്നുന്നില്ല. കുറച്ചു ദൂരം കൂടി മുകളിലോട്ട് പോയി തിരിച്ചിറങ്ങാം. പരുന്തിൻ്റെയും മറ്റു പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങളെല്ലാം വഴിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഒറ്റക്കാണ് മുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പേടിയും. ഇതിന് തൊട്ടടുത്താണ് ചമ്പ്ര പീക്ക് നിൽക്കുന്നത്. എല്ലായിടത്തും കോട മൂടി നിൽക്കുകയാണ്. അല്ലായിരുന്നുവെങ്കിൽ ഇവിടെ നിന്ന് പച്ചപ്പുല്ല് നിറഞ്ഞ ആ ചമ്പ്ര പീക്ക് കാണാമായിരുന്നു. പണ്ട് ഇതുവഴി പലരും ചമ്പ്ര പീക്കിൽ കയറിയിരുന്നു. എന്നാൽ ഇന്ന് ആ വഴികളെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടച്ചിട്ടുണ്ട്. മുകളിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് റിസോർട്ടുകളുണ്ട്. എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. കാപ്പിത്തോട്ടങ്ങൾക്കും ഏലത്തോട്ടങ്ങൾക്കും ഇടയിലൂടെയാണ് മുകളിലേക്കുള്ള വഴി. നല്ല തണുപ്പുമുണ്ട് ഈ ഭാഗത്ത്. കോടമഞ്ഞിലൂടെ കുളിരനുഭവിച്ചുള്ള യാത്ര മുകളിലേക്ക് പോകുന്തോറും ത്രില്ല് കൂടി വരികയാണ്. റോഡ് കോൺക്രീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ വലിയ പ്രയാസമില്ല. എങ്കിലും ചില ഭാഗങ്ങളിൽ വണ്ടി സ്കിഡാകുന്നുണ്ട്. മുകളിലേക്ക് പോകുന്തോറും വിജനമായി വരികയാണ് വഴി. റോഡ് നിറച്ചും മഞ്ഞിൽ നനഞ്ഞ കരിയിലകളാൽ നിറഞ്ഞിരിക്കുന്നു. വലിയ പാറക്കൂട്ടങ്ങളെല്ലാം വഴിയിൽ എല്ലായിടത്തും കാണാം. ചിലതെല്ലാം താഴോട്ട് വീഴാൻ തയ്യാറായി നിൽക്കുകയാണ്. മറ്റു ചിലതിൽ വലിയ മരങ്ങളുടെ വേരുകളാൽ കവചം രൂപപ്പെട്ടിരിക്കുന്നു. ഈ വഴിയിലൂടെ മുകളിലേക്ക് പോയി ഞാൻ എത്തിയത് ജിഞ്ചർ റിസോർട്ടിൻ്റെ അടുത്താണ്. കുറേ കാലമായി അടഞ്ഞു കൊടുക്കുകയാണ് ഈ റിസോർട്ടും. ഇവിടെ ബൈക്ക് നിർത്തി കുറച്ചു ദൂരം ആ കോടമഞ്ഞിലൂടെ നടന്നു. ആദ്യമായാണ് പൂഞ്ചോലയെക്കുറിച്ച് കേൾക്കുന്നത്. ഷാഫിക്ക പറഞ്ഞപ്പോൾ ഇത്രയും മനോഹരമാണ് ഈ സ്ഥലമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. കാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് കോടമഞ്ഞും അനുഭവിക്കാൻ പറ്റിയ ഒരിടം. 900 കണ്ടി പോലെ മനോഹരമായ മറ്റൊരിടം. ജിഞ്ചർ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് മുകളിലേക്കുള്ള വഴി അടഞ്ഞു കിടക്കുകയാണ്. വലത്തോട്ടൊരു ചെറിയ റോഡ് കാണാം. പാറക്കല്ലുകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വഴിയിൽ. ഈ ഭാഗത്തൊന്നും ഒരാളെയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വഴി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ അതിലൂടെ പോകാൻ തുനിഞ്ഞില്ല. പിന്നീടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൂടെ പോകുന്ന ഈ വഴി കുറച്ച് ദൂരം കൂടി ചെന്നാൽ മുകളിലെ ഒരു വ്യൂ പോയിന്റിലെത്തും. അവിടെ നിന്ന് മനോഹരമായ ഈ മലകളുടെയും ചുരത്തിൻ്റെയും കാഴ്ചകൾ കാണാം. എന്തായാലും കുറച്ചു നേരം കൂടി അവിടെ തണുപ്പ് ആസ്വദിച്ച് തിരിച്ചിറങ്ങി ഞാൻ. ഇനിയും വരണം പൂഞ്ചോലയിലേക്ക്. കാടിനറിയാൻ, കോടമഞ്ഞ് ആസ്വദിക്കാൻ, ഈ വിജനമായ വഴികളിലൂടെ നടക്കാൻ. പ്രതീക്ഷയോടെ മലയിറങ്ങുകയാണ് ഞാൻ. വയനാട്ടിലെ ബാക്കിയുള്ള കാഴ്ചകൾ അടുത്ത എപ്പിസോഡുകളിലായി കാണാം.